ഹായ് നമസ്കാരം. നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാണ്. വിവോയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള V40യുടെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. വിവോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 10 വർഷത്തോളം ആകുന്നു. ഇതിനിടയിൽ V1 തൊട്ട് ഇങ്ങോട്ട് V40 വരെ V സീരീസിൽ നിരവധി മോഡലുകൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ V40 Pro എന്നിങ്ങനെ 5G ശ്രേണിയിലുള്ള 2 ഫോണുകളാണ് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ലോഞ്ചിങ് ഇന്നായതിനാൽ നമുക്ക് പുതിയ ഫോൺ കിട്ടിയിട്ടില്ല. നമുക്ക് ഡെമോ ഫോണാണ് കിട്ടിയേക്കുന്നത്. V30 തൊട്ട് വിവോ അവരുടെ പ്രീമിയം മോഡലിൻ്റെ പാക്കിംഗ് ആണ് ഉപയോഗിക്കുന്നത്. നീല പാക്കിങ്ങിലാണ്. ഈ പാക്കിങ്ങിനകത്ത് ഫോൺ കൂടാതെ ചാർജറിൻ്റെ അഡോപ്റ്റർ ഉണ്ട്, കേബിളുണ്ട്, പൗച്ചുണ്ട്, എൻ്റെ യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ ഒരു സിം എജക്ടറും എൻ്റെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.7 ഇഞ്ച് സൈസിലുള്ള ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷർ റേറ്റിങ്ങും അതോടൊപ്പം തന്നെ AMOLED LED അൾട്രാ സിം 3D കർവ് ഡിസ്പ്ലേയുമാണ്. ഏറ്റവും മികച്ച ഒരു ദൃശ്യ അനുഭവമായിരിക്കും ഈ ഫോൺ നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മൾ ഈ ഫോണിൻ്റെ ക്യാമറ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൽഫി ക്യാമറയും റിയൽ ക്യാമറയും കൂടെ ചേർന്ന് 150 മെഗാ പിക്സലാണ്. ഇതിൻ്റെ റിയൽ ക്യാമറ റൗണ്ട് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതിൽ 2 ക്യാമറയാണുള്ളത്. മെയിൻ ക്യാമറ 50 MB സീസ് OIS മെയിൻ ക്യാമറയാണ്. അതിന് സപ്പോർട്ടായിട്ട് മറ്റൊരു ക്യാമറയും കൂടി ഉണ്ട്. അത് 50 MB സീസ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാമറയ്ക്കെല്ലാം തന്നെ നല്ല ക്ലാരിറ്റി കിട്ടുന്നതാണ്. ക്യാമറയ്ക്ക് പ്രൊട്ടക്ഷനായിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിന് താഴെ ഒരു ഓറ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഓറ ലൈറ്റ് ക്യാമറയ്ക്ക് ബ്രൈറ്റ്നെസ് കിട്ടുന്നതിനായിട്ട് ഓറ ലൈറ്റിലെ ലൈറ്റ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട്. ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 50 MB സീസ് ഐ ഫോക്കസ് ഫ്രണ്ട് ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണിലെ എടുക്കുന്ന എല്ലാ വീഡിയോയും, അത് ഫ്രണ്ട് ക്യാമറയിലാട്ടെ റിയൽ ക്യാമറയിലാട്ടെ, ഇതിലെടുക്കുന്ന എല്ലാ വീഡിയോയും 4K 30 FPS റെസൊല്യൂഷനോടുകൂടിയ ക്വാളിറ്റി ആ വീഡിയോയ്ക്കെല്ലാം തന്നെ കിട്ടുന്നതാണ്. പെർഫോമൻസ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 14 ഫണ്ടച്ച് 40 OSലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 ജനറേഷൻ 3 മൊബൈൽ പ്ലാറ്റ്ഫോം ഒക്ടാ കോറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5500 mAh ബാറ്ററിയാണ് ഇതോടൊപ്പം ഉള്ളത്. കൂടാതെ 80 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജറും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ പൂർണ്ണമായി ചാർജ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഫോണിൻ്റെ തിക്നെസ് വെറും 7.6 mm മാത്രമാണ്. ഭാരമാട്ടെ 190 ഗ്രാം മാത്രം. ഇതിൻ്റെ സൗണ്ട് പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂവൽ സ്റ്റീരിയോ മോഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ IPS 60 റേറ്റിങ്ങിൽ വരുന്ന ഈ ഫോണ് 1.5 മീറ്റർ റേഞ്ചിൽ വരെ ഏതാണ്ട് അരമണിക്കൂർ വെള്ളത്തിൽ മുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ വെള്ളം കയറില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത് താഴെ വീണാൽ ഫോണിന് ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടി അതിൻ്റെ സൈഡുകളിലെല്ലാം തന്നെ അവർ ഒരു അലൂമിനിയം കവറേജ് കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഫോണാണ് ഇത്, അബദ്ധത്തിൽ നമുക്ക് താഴെ വീണാലോ അല്ല അബദ്ധത്തിൽ വെള്ളത്തിൽ വീണാലോ മാത്രമേ ഇത് വെള്ളം കയറാതിരിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഡാമേജ് പറ്റാതിരിക്കുകയോ ചെയ്യത്തുള്ളൂ. മനഃപൂർവ്വം നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നാൽ ചിലപ്പോൾ ഫോണിന് വെള്ളം കയറാം. അത് അവർ ഇതിൻ്റെ ഇൻസ്ട്രക്ഷനകത്ത് തന്നെ അവരത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏതാണ്ട് 3 കളറുള്ള വേരിയൻറ്റിലാണ് ഇപ്പോൾ ഈ ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. അത് യാങ്ങിയർ ബ്ലൂ, ടൈറ്റാനിയം ഗ്രേ, ലോട്ടസ് പർപ്പിൾ എങ്ങനെ 3 കളർ വേരിയൻ്റാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫോണ് ഇതിൻ്റെ V40 Pro ഉടൻ തന്നെ മാർക്കറ്റിലെത്തും. V40 ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ V40 എന്ന് പറയുന്ന ഫോണ് ഈ മാസം 19-ാം തീയതി തൊട്ടാണ് വിൽപ്പന തുടങ്ങുന്നത്. അപ്പം നമ്മുടെ ഷോപ്പിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഡെമോ ഫോണുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഫോൺ നേരിട്ട് കണ്ട് ഇതിൻ്റെ പെർഫോമൻസ് വിലയിരുത്തി തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ഇപ്പം V40 മെയിനായിട്ട് 3 വേരിയൻറ്റിലാണ് ഇപ്പോൾ വരുന്നത്. 8GB റാമും അതേപോലെ 128 മെമ്മറിയുള്ള ഫോണിന് 34,999 രൂപയും, 8GB റാമും 256 മെമ്മറിയുള്ള ഫോണിന് 36,999 രൂപയും, അതോടൊപ്പം തന്നെ 12GB റാമും 512GB മെമ്മറിയുള്ള ഫോണിന് 41,999 രൂപയുമാണ് ഇപ്പോൾ കമ്പനി വില നിശ്ചയിച്ചിട്ടുള്ളത്.